ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം നന്ദന ജോസിനുണ്ട്. അവൾ എറണാകുളത്താണ് പഠിക്കുന്നത്. കുറേ നാൾക്ക് 1 മാസമായി തോന്നുന്നു ഇവിടെ എത്തിയിട്ട്. 1 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന്, അതായത് ഫെബ്രുവരി 1 പോയതാണ്. ഇപ്പോഴാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അവൾ 1 ദിവസം ഇവിടെ ഉള്ളൂ, നാളെ തിരിച്ചു പോവാണ്. സോ ജസ്റ്റ് 1 ഡേ ഔട്ടിങ്. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ പോയത്? നമ്മൾ ആദ്യം ആംബിയൻസിൽ പോയി. എനിക്കൊരു ചെരുപ്പ് നോക്കാം, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവിടെ പുതിയ സ്റ്റോക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സ്ക്വയർ വൺ ടാലൻസിന് വന്നിരിക്കുകയാണ്. അതെ, ഇവിടെ നല്ല ടേസ്റ്റി ഐറ്റംസ് ആണ് ഇതിനകത്തെല്ലാം. ചേച്ചി അവിടുത്തെ കേക്ക് കൊണ്ട് പോയി. അതെ, ഭയങ്കര നല്ല മണവുമാണ് ഇവിടെ കേക്കിനൊക്കെ. ആ ബേക്കിംഗ് സ്മെൽ ഭയങ്കര കിടലുമാണ്. സോ ഞങ്ങൾ സ്ക്വയർ വൺ ടാലൻസിനകത്ത് കാണിച്ചു തരാൻ പോയിട്ട്. ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ ഹോസ്റ്റലായതുകൊണ്ട് എനിക്ക് മണമൊന്നും കിട്ടാറില്ല. മനസ്സിലാവും ഇതിനിങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്ക്വയർ വൺ ടാലൻസിൻ്റെ അകത്ത് കയറി. കുറേ അടിപൊളി എന്താ പറയുക സ്നാക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ സാൻഡ്വിച്ചും ഒരു ബൺ സ്റ്റീക്ക് അങ്ങനെ എന്തൊരു സംഭവം ഓർഡർ ചെയ്തു. എനിക്ക് വല്ലപ്പോഴാണ് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അവളെ കൊണ്ടൊക്കെ ഒരു വീഡിയോ എടുപ്പിക്കണമെങ്കിൽ നല്ല പാടാണ്. ഇവിടെ ഒക്കെ റീൽ എടുക്കാന്ന് പറയും, എന്നിട്ട് ഡാൻസ് പഠിക്കാൻ കുറേ വിളിക്കും, പിന്നെ ഡാൻസ് പഠിക്കാൻ വരത്തില്ല. എന്നിട്ട് റീൽ എടുക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ട് പോകും. അവിടെ ചെന്നായിരിക്കും പിന്നെ ഡാൻസ് ഒക്കെ പഠിച്ചെടുക്കുന്നത്. കളിക്കില്ല, അതൊക്കെ വലിയ കാര്യം. ഇവിടുത്തെ എന്താണ് ചോക്ലേറ്റ് കേക്കോ, മോൾട്ടൻ ചോക്ലേറ്റ് കേക്ക് വാങ്ങി തരാം. അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത്. പക്ഷേ ഇന്നതില്ല. ആകെ ഇവിടെ ഫ്രൈഡേസും സാറ്റർഡേസും മാത്രമേ ഉള്ളൂ. അതെ, അത് ഭയങ്കര ടേസ്റ്റ്. നമുക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റ് കേക്ക്, മോൾട്ടൻ ലാവ, ചോക്കോ ലാവൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ നമുക്കിത് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത്. ചോക്ലേറ്റ് കേക്കും സാൻഡ്വിച്ചും കേക്കും പോളിസാണ്, നല്ല സോഫ്റ്റാണ്. ഭയങ്കര പാടാണ്. കോളേജിൽ കോഫി ഷുഗർ കൂടുണ്ടെങ്കിൽ മധുരിടാൻ പാടില്ല. എനിക്ക് ഞാൻ മധുരം ഇല്ലാതെ കഴിച്ച് എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല. ശരി. ഇവിടെ നയന ചേച്ചി ആൻറ്റി ഇറയിലോട്ട് കിടന്നുകൊണ്ട് അതിലൊക്കെ കുറച്ച് ബോഡി ഹെൽത്തൊക്കെ സൂക്ഷിക്കണം. എനിക്ക് ആ ബൺ സ്റ്റീക്ക് സാധനം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒന്നും കൂടെ ഓർഡർ ചെയ്യാൻ പോയി. നന്ദിവിടെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബ്ലാ 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 അങ്ങനെ സ്ക്വയർ വൺ ടാലൻസിന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ കഴക്കൂട്ടത്തേക്ക് പോവാണ്. നന്ദു അവിടെ നന്ദന ജോസിൻ ഷോപ്പിംഗ് ആണ്, കാണിച്ചു തരാവേ. വെച്ചോ. ഒരു മിനിറ്റ് അവിടെ നിൽക്കുക, ഫുള്ള് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, പ്ലീസ് കമൻറ്റ് അബൌട്ട് ദി ഔട്ട്ഫിറ്റ് ആൻഡ് ദിസ് ഇസ് ഫ്രം ചിച്ചി. ചിച്ചിന്ന് ചെറിയ ക്ലോത്തിങ്. ചെറിയ ക്ലോത്തിങ് കൊള്ളാം നന്ദു, അടിപൊളിയായിട്ടുണ്ട്. ഓടിക്കോ. പോവാ. ചെരുപ്പ് മേടിക്കണോ? എൻ്റെ സ്ലിപ്പർ പൊട്ടി, എനിക്ക് എൻ്റെ ഹോസ്റ്റലിൽ ഇടാനുള്ള, അപ്പോൾ അത് മേടിക്കണമെന്നുണ്ട്. പിന്നെ അത് മേടിച്ചു. ശരി, കാറിൽ പോവാം. കറിക്കോ മാഡം. ഗായകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. റെഡി? 5, 6, 7 ഗോ. സരി ഗമ പ ഗമ പാപ്പ ഗമ പദനി ദ ഗമ ഗമ പ ഗമ. റെഡി? 5, 6, 7 ഗോ. സരി ഗമ പ ഗമ പാപ്പ ഗമ പദനി ദ പമ ഗമ പ ഗമ ഗരി സാനി ദ നീ ദ പദ പമ പാപ്പ ഗമ പദനി ദ പമ ഗമ പ ഗമ ഗരി സരി ഗരി ഗ ഗമ പമ പദ പദ മ പദ പദനി ദ പമ പദ പമ ഗരി. അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണുണ്ടായിരുന്നു.
മ പ ധനി സാ സാനി ദ പ സാനി ദ പ മഗരി സ. അങ്ങനെ പാട്ട് കച്ചേരിയൊക്കെ കഴിഞ്ഞപ്പോൾ നന്ദുവിന് ചെരുപ്പ് മേടിക്കാൻ ഒരു കടയിലെത്തി. അവൾക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ് അങ്ങനത്തെ സാധനങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞു. സോ ഫൈനലി ദേ ഈ കാണുന്ന ചെരുപ്പ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് കുറച്ച് നേരം കറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തെത്തി. മലബാർ ബൈറ്റ്സ്, കഴക്കൂട്ടം മലബാർ ബൈറ്റ്സ്. തളർന്നുകൊണ്ട് കുറച്ച് മലബാർ ബൈറ്റ്സ് അകത്തോട്ട് പോട്ടെന്ന് വിചാരിച്ചു. അപ്പം നന്ദു പറഞ്ഞു ഫ്രോസൺ ബോട്ടിലിൽ നിന്ന് നന്ദുവിന്റെ വക ഷേക്ക് മേടിച്ച് തരാം. കാരണം എനിക്കൊരു ചെരുപ്പ് മേടിച്ച് തന്നു. നല്ല സ്നേഹമാണ് ഞങ്ങള്. വല്ലപ്പോഴല്ലേ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ആൺവരി സംക്രാന്തിയിൽ ഒരിക്കൽ ട്രിവാൻഡ്രം വരുന്നുണ്ട്. എപ്പോൾ വന്നാലും എനിക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും മേടിച്ച് തരാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്നൊരു ചേഞ്ചിന് ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രോസൺ ബോട്ടിൽ പക്ഷെ അവള് പറഞ്ഞു വൺസ് ഇൻ എ ലൈഫ് ടൈമേ ഉള്ളൂ എന്ന്. അത് പറ്റില്ലല്ലോ, ലൈഫ് ലോങ് ഒറ്റ തവണ മേടിച്ചു കൊടുക്കും. അതുകൊണ്ട് ഹാപ്പി ആയിട്ടുള്ള ഫ്രോസൺ ബോട്ടിലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടെ ഒരുത്തി എന്നെ പറ്റിച്ചു. പക്ഷേ ഞാൻ പറ്റിച്ചതൊന്നും അല്ലേ. ഫ്രോസൺ ബോട്ടിലെ കാറുണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇനിയിപ്പോ സമയമില്ല പോവാൻ, കാരണം വേറൊരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. അല്ല, പക്ഷെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ ഫ്രണ്ടിന് അമിത, അവൾക്ക് ലക്നൌവിൽ പോകണം. സോ ഞങ്ങളിപ്പോ എയർപോർട്ടിൽ, അവൾക്ക് ഫ്ലൈറ്റിന്റെ സമയം, ഇപ്പൊ എയർപോർട്ടിൽ കൊണ്ടാക്കണം വീട്ടിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രോസൺ ബോട്ടിൽ കുടിച്ചിട്ടേ ഞാൻ ഇന്ന് വീട്ടിൽ കയറുന്നുള്ളൂ. അതായത് എന്റെ പൈസ പൊട്ടിച്ചിട്ടേ വീട്ടിൽ കാല്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫ്രോസൺ ബോട്ടിലേക്ക് പോകണം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഞാൻ വണ്ടി ഓടിക്കുന്നില്ലേ കണ്ടിട്ടുള്ളൂ, നന്ദു വണ്ടി ഓടിക്കുന്നത് ഒന്ന് കണ്ടോ? വണ്ടി നേരെ പോകുന്നു, ഇങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കി ഓടിച്ച. ഇതാണ് ഞങ്ങളുടെ സ്വന്തം നമിത സേഫ്. ഡോക്ടറാണ്, സ്കിൻ ഡോക്ടറാണ്, സ്കിൻ എസ്തെറ്റിക് ഫിസിഷ്യൻ. എന്റെ എന്ത് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും, സ്കിൻ മാത്രമല്ല എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഉടനെ ഞാൻ ഈ പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് എന്നെ പെട്ടെന്ന് ഞാൻ വിളിച്ച് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്കൂൾ മുതലുള്ള ട്യൂഷൻ മേറ്റ് ഞങ്ങൾ ഒരുമിച്ച് ട്യൂഷനാണ്. അതെ, ട്യൂഷന് വഴി പരിചയപ്പെട്ട് ഇത്രയും കമ്പനിയായ ഒരു, ഇപ്പോഴും ലൈക് കമ്പനിയായ ഒത്തിരി പേരുണ്ട്. ഇപ്പോഴും കോണ്ടാക്ട് വെച്ചിരിക്കുന്ന ഒരേ ഒരു വ്യക്തി നമിത മാത്രമാണ്. സോ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് ഫ്രോസൺ, നന്ദു വാക്ക് പാലിച്ചു. ഞങ്ങൾ ഫ്രോസൺ ബോട്ടിലെത്തി. ബില്ല് നന്ദു തന്നെ കൊടുക്കും അല്ലേ? ഓക്കെ, ഞങ്ങൾ അകത്തോട്ട് കയറാം. അങ്ങനെ ഞങ്ങൾ ഫ്രോസൺ ബോട്ടിലിനകത്ത് കയറി. നല്ല ഇൻറ്റീരിയർ ആയിരുന്നു. അവിടെ നന്ദു പൈസ കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങളൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ്. ഫുഡല്ല, ഷേക്ക്. സോ ഷേക്ക് ആരും കൊണ്ടുവരാത്തത് കൊണ്ട് ഞാൻ എണീറ്റിന്ന് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. അവിടെ ഏതോ ഒരു പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് ബീറ്റ് പിടിച്ച് ഞാൻ വെറുതെ ഫ്രീ സ്റ്റൈലിംഗ് ആയിരുന്നു. കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആരാ ആഗ്രഹിക്കാത്തേ. മോതിരം ഊരി എടുത്ത്, എന്റെ ഫേവറേറ്റ് മോതിരമാണ്. ചെറുതാ, ഭാഗ്യം. എനിക്ക് ടൈറ്റ് ആണ്. ഇപ്പോഴാണ് അത് കിട്ടുന്ന എന്റെ കയ്യിൽ കിടക്കട്ടെ. നമ്മുടെ ഓർമ്മയ്ക്കായി കറക്റ്റ് ചെയ്യുന്ന ഡ്രസ്. സർ പ്ലീസ് ഒരു സാധനം കൊണ്ടുണ്ട്. പാസ്ത ഇത് മോൾട്ട്. ഇതിൽ ഏതാണ് എന്റെ ഐറ്റം? ഇത് കോഫി ആണെങ്കിൽ സ്മെല്ല് വരുന്നില്ല. അങ്ങനെ പാസ്തയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നമിതേനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് എത്തി. ബൈ നമി, എത്തിയിട്ട് പറയൂ ചെറിയൊരു അബദ്ധം പറ്റി. ഞങ്ങൾ നമിതേനെ ടെർമിനൽ T2 കൊണ്ടുവിട്ടിട്ട് ഇപ്പൊ T1 പറഞ്ഞു. ഞങ്ങൾ കുറെ ഉമ്മയും ഭയൊക്കെ കൊടുത്തൊക്കെ വേസ്റ്റ് ആയി. സോ നമിത ഇപ്പൊ തിരിച്ചു വരുവാണ്. അതാ ഒരു നാളും ഇല്ലാതെ കയറി വരുന്നത്. അതാ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കഥാനായിക. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. ഇനിയിപ്പോ നമുക്ക് നേരെ വീട്ടിലോട്ട് വിട്ടാലോ? നമുക്ക് വീട്ടിലോട്ട് വിടാം. കം ഓൺ, ലെറ്റ്സ് ഗോ. ബൈ. അവസാനത്തെ ബൈ ആണ്. ഇനി ബൈ പറയരുത്. അതെ, ഞാൻ വീണ്ടും പോകും. ബൈ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് നന്ദുദേ പോവാണ് ടു എറണാകുളം. ഒരു മാസത്തേക്കുള്ള ഉടുപ്പുണ്ട്. അതെ, ഈ തവണത്തെ എല്ലാം അലക്കി തേച്ച് ബാഗിൽ വെച്ചിട്ടുണ്ട്. അമ്മാമ്മ എല്ലാം
ഓക്കെ ഇറങ്ങിക്കോ ആ ബെസ്റ്റ്. ഇനി എന്നാ വരുന്നത് നന്ദു? അങ്ങനെ നന്ദു നമിത എല്ലാവരും പോയി, ഞാനിവിടെ ഒറ്റയ്ക്കായി. അപ്പോൾ ഇനി ഞാൻ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.